ഞായറാഴ്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കുത്തനെയുള്ള വർധനവുണ്ടായിരിക്കുകയാണ്. സംഘർഷത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ യുദ്ധങ്ങളിലൊന്നാണ് സൈന്യങ്ങൾ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയിരുന്നത്. ഒരു പാസഞ്ചർ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഒരു റഷ്യൻ ഹൈവേ പാലം തകർന്നു വീഴുകയായിരുന്നു. റഷ്യയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ആഴത്തിൽ ആണവശേഷിയുള്ള ബോംബർ വിമാനങ്ങളെ ലക്ഷ്യമിട്ട് ഒരു വൻ യുക്രൈൻ ആക്രമണം നടത്തി. കൂടാതെ 40-ലധികം റഷ്യൻ വിമാനങ്ങളും അതിലൂടെ നശിക്കപ്പെടുകയായിരുന്നു. റഷ്യയുമായി പുതിയൊരു റൗണ്ട് നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കായി യുക്രൈനിയൻ പ്രതിനിധി സംഘം തിങ്കളാഴ്ചയാണ് ഇസ്താംബൂളിലേക്ക് പോകുമെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പ്രഖ്യാപിച്ച ദിവസം സംഘർഷം ഉടലെടുത്തത്. സെലൻസ്കി ഇതിനെ മികച്ച പ്രവർത്തനമെന്ന് വിളിച്ചിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിന് 1.5 വർഷത്തിലധികം എടുക്കുകയും ചെയ്തുവെന്നും 117 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഇന്ന് ശത്രുപ്രദേശത്ത് സൈനിക ലക്ഷ്യങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, പ്രത്യേകിച്ച് യുക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ ലക്ഷ്യമിട്ട് ഒരു മികച്ച ഓപ്പറേഷൻ അവർ നടത്തി. റഷ്യയ്ക്ക് കാര്യമായ നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. പൂർണ്ണമായും ന്യായീകരിക്കാവുന്നതും അർഹിക്കുന്നതുമാണത്. തയ്യാറെടുപ്പിന് 1.5 വർഷത്തിലധികം സമയമെടുത്തു. ആസൂത്രണവും സംഘാടനവും എല്ലാം വിശദാംശങ്ങളും കൃത്യമായി നടപ്പിലാക്കി. ഇത് തികച്ചും സവിശേഷമായ ഒരു ഓപ്പറേഷനായിരുന്നുവെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, യുക്രൈനിയൻ നേതാവ് വ്യക്തമാക്കി. വിശദമായ പ്രസ്താവനയിൽ സെലൻസ്കി ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു. അതിനെ യഥാർത്ഥത്തിൽ തൃപ്തികരമായ ഒരു വികസനം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ശരിക്കും സമ്മർദ്ദം ആവശ്യമാണ്. റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക, അത് യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ഉപരോധങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തുക, നമ്മുടെ സേനയിൽ നിന്നുള്ള സമ്മർദ്ദം, നയതന്ത്രത്തിലൂടെ സമ്മർദ്ദം ചെലുത്തുക, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുകയും വേണമെന്നും സമാധാന ചർച്ചകൾക്ക് തൊട്ടുമുമ്പുള്ള ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുടെ രഹസ്യാന്വേഷണ സുരക്ഷാ ഏജൻസിയായ FSBയുടെ പ്രാദേശിക ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള ഒരു ഓഫീസിൽ നിന്നുമാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചതെന്നും യുക്രൈനിയൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നുണ്ട്. ആകെ 117 ഡ്രോണുകൾ ഓപ്പറേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ അത്രയും ഡ്രോൺ ഓപ്പറേറ്റർമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. വ്യോമതാവളങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന തന്ത്രപ്രധാനമായ ക്രൂഡ് മിസൈൽ വാഹിനി കപ്പലുകളിൽ 34% ആക്രമിക്കപ്പെട്ടു. ഞങ്ങളുടെ ആളുകൾ നിരവധി റഷ്യൻ പ്രദേശങ്ങളിലായി പ്രവർത്തിക്കുകയും ചെയ്തു. 3 വ്യത്യസ്ത സമയമേഖലകളിലായി ഞങ്ങളെ സഹായിച്ച ആളുകളെ ഓപ്പറേഷന് മുമ്പ് റഷ്യൻ പ്രദേശത്ത് നിന്നും പിൻവലിച്ചു. അവർ ഇപ്പോൾ സുരക്ഷിതരുമാണ്, സെലൻസ്കി വിശദീകരിച്ചു. യുക്രൈനിയൻ ഓപ്പറേഷന് മുമ്പ് തന്നെ റഷ്യ മറ്റൊരു വൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി കീവ് ഇന്റലിജൻസ് സൂചന നൽകിയിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കേണ്ടത് നമ്മുടെ എല്ലാ ആളുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1 വർഷവും 6 മാസവും മുമ്പ് ഞാൻ അംഗീകരിച്ച ഒരു കാര്യം ഫലപ്രാപ്തിയിലെത്തുകയും റഷ്യക്കാർക്ക് 40-ലധികം യൂണിറ്റ് തന്ത്രപരമായ വ്യോമയാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിക്കും സംതൃപ്തി നൽകുന്നുവെന്നും ഞങ്ങൾ ഈ പ്രവർത്തനം തുടരുമെന്നും യുക്രൈനിയൻ പ്രസിഡന്റ് ഊന്നി പറയുന്നുണ്ട്. അതേസമയം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സംഘർഷമായ 3 വർഷത്തെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്നതിനെക്കുറിച്ചുള്ള പദ്ധതികൾ കൈമാറുന്നതിനായി റഷ്യ യുക്രൈൻ ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു വാഗ്ദാനം ചെയ്ത മെമ്മോറാണ്ടം യോഗം നടക്കുന്നതിന് മുമ്പ് നൽകണമെന്ന് യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ ക്രെംലിനോടും ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്കിടെ തങ്ങളുടെ മെമ്മോറാണ്ടം പങ്കിടുമെന്നും മോസ്കോയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും റഷ്യക്കാർ അവരുടെ മെമ്മോറാണ്ടം ആരുമായും പങ്കിട്ടിട്ടില്ല. ഞങ്ങളുടെ കൈവശം അതില്ല. തുർക്കി പക്ഷത്തിനും അതില്ല. അമേരിക്കൻ പക്ഷത്തിനും റഷ്യൻ രേഖകളില്ല. ഇതൊക്കെയാണെങ്കിലും സമാധാനത്തിലേക്കുള്ള പാതയിൽ കുറഞ്ഞത് ചില പുരോഗതി കൈവരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യുമെന്നും ഇതിനെക്കുറിച്ച് സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനിന്റെ സൈന്യത്തെ പരിമിതപ്പെടുത്തുക, നാറ്റോയിൽ ചേരുന്നതിൽ നിന്നും രാജ്യത്തെ തടയുക, വൻതോതിലുള്ള പ്രാദേശിക ഇളവുകൾ നൽകുക എന്നിവയുൾപ്പെടെയുള്ള വ്യാപകമായ ആവശ്യങ്ങളുടെ മിശ്രിതത്തെ പരാമർശിച്ചുകൊണ്ട് സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോസ്കോ വ്യക്തമാക്കി.